അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും. ഇതുവരെ അറിയാത്തതൊന്നും ഇനി നീയായിട്ട് അറിയിക്കാൻ നിൽക്കണ്ട. ഇനി എന്തറിയിക്കാനാ? കാര്യങ്ങളെല്ലാം അറിയേണ്ടവരെല്ലാം അറിഞ്ഞില്ലേ? പിന്നെ ശിവനെ കാണുമ്പോ വിഷ്ണു ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ തലയ്ക്ക് വെളിവില്ലാത്തവരെന്നല്ലാതെ പിന്നെ എന്താ പറയാ? നീ എന്താ പറഞ്ഞു? നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെന്ന്, അതായത് ഭ്രാന്തന്മാരെന്ന്. അല്ലെങ്കിൽ തന്നെ ചത്തുപോയവരൊക്കെ ജീവനോടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ ഭ്രാന്തന്മാരെന്നല്ലാതെ പിന്നെ എന്താ പറയാനുള്ളേ? വട്ടോ, മുഴുത്ത വട്ട്. കുഞ്ഞിച്ചേനെ അടിച്ചല്ലേ? ഒടുക്കി പിടി. എല്ലില്ലാത്ത നോവാണെന്ന് കരുതി എന്തും വിളിച്ച് പറയാന്ന് കരുതിയാലുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറം നീ അനുഭവിക്കും. വിഷ്ണു മരിച്ചു. പിന്നെ വിഷ്ണുവിനെ തിരക്കി നടക്കുന്ന അയാളെ ഭ്രാന്തനെന്നല്ലാതെ എന്താ വിളിക്കുക? അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഭ്രാന്തിന്ന് വിളിക്കണമല്ലോ. കാരണം ഞാനും എന്റെ വിഷ്ണുവേട്ട മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവളല്ലേ. സത്യം പറഞ്ഞത്, എന്റെ വിഷ്ണുവേട്ട മരിച്ചിട്ടില്ല. വിഷ്ണുവേട്ടനെ എന്റെ കൂടെയുണ്ട്, എന്റെ ഒപ്പമുണ്ട്, ഊണിലും ഉറക്കത്തിലുമുണ്ട്. വിളിക്കടി എന്നെ ഭ്രാന്തിന്ന്. ഇടി വിളിക്കാൻ, ഇടി വിളിക്കാൻ. മകളെ, അവള് അച്ഛൻ ക്ഷമിക്കണം. അവളറിയാതെ.